എന്തോ പാത്തത്താറാവോ? എടാ ശബ്ദം ഉണ്ടാക്കല്ലേ. അത് തന്നെ എനിക്ക് ആശാനോടും പറയാനുള്ളത്. അച്ഛനുണ്ടോ? പിന്നെ അച്ഛനില്ലാതെ എന്നെ മരപ്പൊത്തിന്ന് വലിച്ചെടുത്താന്നോ? അതല്ല, ഈ പള്ളിയിൽ അച്ഛനുണ്ടോന്ന്. അച്ഛൻ അരമനയിലുണ്ട്. അപ്പൊ ഇവിടുന്ന് പോയില്ലയോ? എന്തുവാ അച്ഛൻ കരമനയിലുണ്ടെന്ന് പറഞ്ഞ? കരമനയല്ല, അച്ഛൻ അരമനെ കിടന്നുറങ്ങുന്നുണ്ടെന്ന്. അച്ഛൻ അരമനെ കിടന്നുറങ്ങുന്നത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കഥവെ തട്ടി വിളിച്ചപ്പോ പറഞ്ഞു ഉറക്കത്തെ ശല്യപ്പെടുത്താൻ. അയാളെ കഥ തുറന്നു വന്ന ഒന്നും സംഭവിക്കത്തില്ല. തുറന്നു വരും, പുറത്തോട്ട് വെട്ടമടിക്കും, വാഴയെ കണ്ട് പേടിച്ച് തിരിച്ചു കയറി പോക്കോളൂ. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അല്ല നമ്മുടെ ജീവിതം. ഞാൻ ഇതുപോലെ മോട്ടിക്കാൻ പോയപ്പോ എന്റെ അനക്കം കണ്ട് ഒരാൾ എന്റെ നേർക്ക് ടോർച്ച് അടിച്ചു. ഞാൻ ആ മണിക്കൂറുകളോളം ആ ടോർച്ച് വെട്ടത്തിൽ ഇങ്ങനെ അനങ്ങാതെ നിന്നു. പിന്നെ ആശാൻ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ടോർച്ചിന്റെ ബാറ്ററി തീർന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആശാൻ നിന്ന് കിളിച്ചേനല്ലോ അവിടെ. ഞാൻ പറഞ്ഞ ഡ്രസ് എടുക്ക. ഓ കവറിട്ട് കടുവ് വറക്കാതൊന്ന്. ഇതെന്തിന്റെ ഡ്രസ്സായത്? ശാന്തയുടെ ഡ്രസ്. അയ്യോ ശാന്തയുടെ ഡ്രസ്സോ? പിന്നെ ആശാലി പറഞ്ഞ ശാന്തയുടെ ഡ്രസ് എടുക്കണം, ആരും അറിയാതിരിക്കാന്ന്. അയ്യോ ശാന്ത അല്ല. പിന്നെ എടാ കരോളിനൊക്കെ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോടാ. ആരാ? വില്യൻ ക്രൂസ്. അതല്ല, അവസാനം ക്ലോസ് ആവുന്ന ഒരാൾ. എല്ലാരും അവസാനം ക്ലോസാ. സാന്താ ക്ലോസ്. ഓ ക്രിസ്മസ് അപ്പൂപ്പൻ. എന്തായാലും കൊണ്ടുവന്നല്ലേ, കൈ വെച്ചേക്കാൻ. ചിലപ്പോ ഇതാണെങ്കിലോ നമ്മളെ രക്ഷിക്കുന്നത്. പിന്നെ ലോകത്ത് ആരെയാണ് നൈറ്റ് രക്ഷിച്ചിട്ടുള്ളത്? അതെനിക്കറിയത്തില്ല, പക്ഷെ എന്നെ ഇത് പലപ്പോഴും രക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെ? ആൾക്കാർ വീട് വിളമ്പി ഇതിട്ടുണ്ടല്ലോ ഞാൻ ഇറങ്ങി ഓടുന്നത്. അയ്യോ ശംഭു കലറാ? ശംഭു കലറയോ? ശവക്കലറാ? ശവക്കലറ അവിടെ നീ എടുക്കണ്ട. അന്ന് ഞാൻ ചോദിക്കട്ടെ ആശാനെ, ഈ കുരിശേൽ എന്തിനാ ഈ RIP എഴുതി വെച്ചേക്കുന്നത്? രാത്രി ഇറങ്ങി പോവല്ലെന്ന്. വരത്തില്ല പേടിക്കണ്ട. പിന്നെ നമുക്ക് ഇത് എടുത്തോണ്ട് പെട്ടെന്ന് പോവണ്ടേ? ആശാനല്ലേ ആശാൻ? എനിക്കറിയാം, എന്റെ വെള്ളത്തിൽ കാല് മുട്ടി കഴിച്ചാൽ ചോറി എനിക്ക് പറ്റില്ല. ആശാനെ, എന്റെ ബുദ്ധിയിൽ ഒരു കാര്യം വരുന്നുണ്ടോ? നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം, അവരെടുത്ത് വരും. എന്ന് പറയാൻ നിന്റെ കുഞ്ഞുമ്മയില്ലേ ഇതിനകത്ത് കിടക്കുന്നത്? നീ ഇറങ്ങി എടുക്കാനെന്ന്. ഇറങ്ങി എടുക്കാൻ ഇറങ്ങല്ലേ. ഒരാള് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. അനങ്ങാതിക്കടാ. അത് മാതാവിന്റെ പ്രതിമയാണ്. പൊന്നു മാതാവേ. അയ്യാ എന്താ കിണറ്റിനകത്ത് മരപ്പെട്ടി കിടക്കുന്നു. ഇറങ്ങാൻ മരപ്പെട്ടിയല്ല, കൊരങ്ങ. നോക്കട്ടെ. അയ്യോ മരപ്പെട്ടി ഉണ്ട്, കുരങ്ങുണ്ട്, രണ്ടുമുണ്ട്. നീ ആ കുരങ്ങനെ ചാടിച്ചേ. ഓടാ കുരങ്ങ്. എടാ മുടികാരാ നമ്മുടെ നിഴലാ കാണുന്നത്. ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ആരെങ്കിലും വരുന്നത് ഞാൻ നോക്കിക്കോളാം. നീ ഇറങ്ങിക്കോ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവസാനം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തില്ലയോ? ഞാനില്ലാത്തതിന്റെ ഒക്കെ നീയൊക്കെ അനുഭവിക്കടാ. കാണിച്ചു തരാം, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഈ കോപ്രായമാണ് ഈ പാതിരാത്രിക്ക് ഇവ കാണിക്കുന്നത്. അച്ചോ, വളർന്നു വരുന്നൊരു കലാകാരനെ നിങ്ങൾ മുളയിലെ മുള്ളി. ആരാണ്ട മുളകെ മുള്ളിയിട്ട് വരും. ചത്തുപോയ എന്റെ അപ്പച്ച അമ്മച്ചേ, നിങ്ങൾ അറിഞ്ഞോ? പള്ളിയിലെ നാടകത്തിൽ നിന്ന് അച്ഛനെന്നെ മാറ്റി. അപ്പച്ച അമ്മച്ചേ, ഞാനിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കത്തില്ല. കുടുംബത്തോ നിങ്ങൾ എനിക്കൊരു സ്ഥാനം തന്നിട്ടില്ല. നിങ്ങളുടെ കുടുംബക്കല്ലറയിലെങ്കിലും എനിക്കൊരു സ്ഥാനം തരണേ. ഞാൻ ഈ കണ്ടു ചാടി ചാകാൻ പോവാതെ. ഞാൻ കണ്ടിച്ചാർന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞാൻ അവനെ പിന്തിരിപ്പിക്കാം. അച്ഛാ അമ്മച്ചി, ഞാൻ വരുവാനേ. അതൊക്കെ എങ്ങനാ ചാകുന്നേ? അല്ല, പതുക്കെ സംസാരിക്കാൻ. ജീവനം മടുത്താൽ എനിക്ക് ചാകണം. എന്റെ സഹോദര, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്? എന്റെ ജീവിതം മടുത്ത്. ഇങ്ങോട്ട് നോക്കിയേ, ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ നടന്നവനാ ഞാനും. ആണോ? നമുക്കൊന്ന് ചെയ്യാം. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്ത് ജീവിതം മടുത്ത് നിന്നപ്പോഴേ എന്നെ ജീവനോടെ രക്ഷിച്ച ഒരാളുണ്ട്. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് മോട്ടിവേഷനുമായിട്ട്. വരുന്നത് തേളാണോ? എന്തുവാ മോട്ടിവേഷൻ വെച്ചോണ്ട് വരുന്ന പറഞ്ഞു? മോട്ടിവേഷൻ എന്നല്ല പറഞ്ഞേ, ഈ മോട്ടിവേഷൻ സ്പീക്കറാണ് പുള്ളി. അദ്ദേഹം വന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് പരിഹരിക്കും. പുള്ളിയുടെ പേരെന്താണെന്നറിയാവോ? ചൗധരി. അത് വായിച്ചത്ത് കിടക്കുന്നില്ല. അത് ചൗവരി. ഇത് RK ചൗധരി. അപ്പൊ സാറിനോട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും സാറ് തരും. എന്നെ രക്ഷിച്ച പോലെ സാർ നിങ്ങളെ രക്ഷിക്കും കേട്ടോ. സാറിനെ വിളിക്കട്ടെ? എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം വേൾഡ് ഫേമസ് മോട്ടിവേഷൻ സ്പീക്കർ RK ചൗധരി സാർ. ഹായ്, എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ ചോദിച്ചോ? ഞാനാണ് മോട്ടിവേഷൻ സ്പീക്കർ. നല്ല ബേസ് ഉള്ള സ്പീക്കർ ആണല്ലോ. ഇത് സ്പീക്കർ ആണെങ്കിൽ നീ ആരാ?
ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ, ഇവൻ മോട്ടിവേഷൻ ട്യൂട്ടർ. ഈ സ്പീക്കറും ട്യൂട്ടറും രാത്രിയാണോ മോട്ടിവേഷൻ ഇറങ്ങുന്നത്? ഞങ്ങൾ രാത്രി കാലങ്ങളിലാണ് ഇങ്ങനെ മോട്ടിക്കാൻ ഇറങ്ങുന്നത്. അതല്ല, ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ചിലരുടെ വാതിൽ കുത്തി തുറന്ന് മോട്ടിവേഷൻ നടത്തും. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 28 കേസുണ്ട്. 28 കേസ്? 28ാമത്തെ കേസാണ് തന്റെ. നിങ്ങൾ 28 പേരെ രക്ഷപ്പെടുത്തി കാണും. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ ചാടാം. ചാടല്ലേ? എന്താണ് തന്റെ പ്രശ്നം? അണ്ണി കരട് വിടാവുന്ന ഈ പ്രശ്നം. അതല്ലെന്ന്, ഈ ക്രിസ്മസിന് നമ്മുടെ അച്ഛൻ ഡയറ്റ് ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ ഞാൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ തക്ക സമയമായപ്പോ നാടകത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. അതെന്തൊരു പരിപാടി അച്ഛൻ ചെയ്തത്? എന്തായാലും ഞാൻ നാട്ടുകാർ മുന്നിൽ നാണം കെട്ട് ഞാൻ ചാടാൻ പോകും. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ എങ്ങനെ പോകും? എന്ത് കാലെ കുരുങ്ങി കിടക്കുവോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതിന്റെ മാറ്റിട്ടാ ഊരി പോകുന്നു, മനസ്സിലായി? അതല്ല, ഒരു കാലത്ത് നമ്മുടെ വസ്ത്രം പോലും നമ്മളെ ഒഴിവാക്കി പോകും. നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ വെച്ച് നടക്കണം. അവിടെ പ്രതീക്ഷയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, നമ്മൾ രക്ഷപ്പെടും. ഉദാഹരണത്തിന് താങ്കൾ ഈ കിണറ്റിൽ ചാടാൻ വന്നേയില്ലയോ? ഈ കിണറ്റിനകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. അതല്ല, ഈ കിണറിൽ അമൂല്യമായ ഒരു നിധി കിടപ്പുണ്ട്. ഇതിനകത്തൊക്കെ നിധിയൊന്നുമില്ല. നിധി ഉണ്ടെന്ന് സങ്കല്പിച്ച് താങ്കൾ ഇറങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് നിധി കിട്ടും. എന്റെ സാറ, ഇതിനകത്തൊക്കെ നിധിയില്ല. നിധി ഉണ്ടെന്ന്. നിധിയില്ലെന്ന് കൊണ്ടിട്ടല്ലേ കട്ടി ഉറപ്പാന്നോ നിനക്ക്? അല്ല, കൊണ്ടോട്ടിന്ന് വന്ന അവനെക്കാട്ടിൽ ഉറപ്പാണ് ഈ അടുത്ത് കിടക്കുന്ന നിനക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊണ്ടോട്ടിയിൽ എവിടെ താമസിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഈ കിണറ്റിനകത്തിൽ ഒരു നിധി ഉണ്ടെന്ന് സങ്കല്പിച്ച് സാവകാശം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നിധി കിട്ടും, നമ്മൾ രക്ഷപ്പെടും. ഉറപ്പാണ്? ഉറപ്പാണ്. സാറുമാരെ വാക്ക് ചോദിച്ചാൽ ഞാൻ ഇറങ്ങാൻ പോവുക. നീതി കിട്ടിയില്ലെങ്കിലാ എന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. നീ കാണുമല്ലോ. എന്താ പരിപാടിയാ കാണിച്ചത്? ഉറക്കളച്ച് കഷ്ടപ്പെട്ട് നമ്മൾ മോട്ടിച്ച കിരീടം അവൻ കണ്ടു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുമോ? നാട്ടുകാർ കൂടത്തില്ലയോ? അതിനാ പറഞ്ഞ ഇത് വേണമെന്ന്. കൃതാവല്ല, ബുദ്ധി വേണം. ബുദ്ധി. നിനക്ക് കിണറിനകത്ത് ഇറങ്ങാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഇറങ്ങാൻ പറ്റുമോ? തീരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് നമ്മൾ അത് എടുപ്പിക്കുന്നു, നമ്മൾ അടിച്ചു മാറ്റുന്നു. ബുദ്ധി എടിനകത്തൊരു ചാക്കാട്ട് കിടപ്പുന്നു. വെള്ളച്ചാക്കാന്നോടാ? അയ്യോ, ആണ് സാർ ദിവ്യനാണോ? ഇടക്കിടക്ക് ദിവ്യത്തെ തെളിക്കേണ്ടി വരും, അതുകൊണ്ടാ പറഞ്ഞത്. എടുത്തോണ്ട് കയറുവാ. കയറുവാ. ഓ, നല്ല വഴുക്കാവുന്നു. നീ എന്നെ പിടിച്ചു കയറ്റി. നീ ചാവാൻ വന്നില്ലയോ? അവിടെ കിട. അയ്യോ, അഴിക്കട്ടെ 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 അഴിക്കട്ടെ. അച്ഛനെ, ഇതിനൊരു 1000 കോടി രൂപയെങ്കിലും കിട്ടും. 1000 കോടി രൂപ അല്ല, പിന്നെ 900 കോടി രൂപ കിട്ടിയാലേ ഞാനിത് കൊടുക്കത്തുള്ളൂ. അത്രയ്ക്ക് അമൂല്യമായിട്ടുള്ള സാധനമാണിത്. അണ്ണന്മാരെ കയറി വന്നു. അതിനാകെ 350 രൂപയേ ഉള്ളൂ. അയ്യോ, 350 രൂപ നിവൻ പറയുമ്പോ നമ്മൾ ഇതിവിടെ കളയും. ഇവനെ കയറി എടുത്തിട്ട് കോടികളുണ്ടാക്കാൻ എന്തോ കുശുമ്പനാണ്. നവരത്നങ്ങൾ പതിപ്പിച്ച ഈ കിരീടത്തിന് 350 പോടായിരുന്നിട്ട്. അത് നവരത്നങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അല്ല, പിന്നെ നാളത്തെ നാടകത്തിന്റെ അച്ഛൻ വാടകയ്ക്കെടുത്ത കിരീടമാ. അയ്യോ, അങ്ങനെ ഒന്നെങ്കിൽ അച്ഛന്റെ റൂമിൽ കാണും ആ കിരീടം. ഇത് അവിടെ നിന്ന് എടുത്ത കിരീടം വന്നു അല്ല. എടാ പൊട്ട, ഇത് ഞങ്ങൾ എവിടുന്ന് എടുത്തെന്നറിയാമോ? ഈ പള്ളിയുടെ അപ്പുറത്തൊരു കൊട്ടാരമില്ലയോ, ആ കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ മോഷ്ടിച്ച കിരീടമാ ഇത്.